പ്രസിദ്ധമായ ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ പൂരോത്സവത്തിന് ഏപ്രിൽ 4-ന് കൊടിയേറും. ചരിത്ര പ്രസിദ്ധമായ ചേർത്തല ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഏപ്രിൽ 4-ന് കൊടിയേറി 11 തിരുവാറോട്ടിൽ സമാപിക്കുകയാണ്. പ്രധാന ഉത്സവമായ പൂരമഹോത്സവവും ആയില്യം മഹോത്സവവും വടക്ക് ചേരുവാരത്തിൻ്റെ സഹകരണത്തോടെ മഹോത്സവം തെക്ക് ചേരുവാരത്തിൻ്റെ സഹകരണത്തോടെ ഉപദേശകരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന രണ്ടാം ഉത്സവം ചേർത്തല NSS യൂണിയന്റെ സഹകരണത്തോടുകൂടിയാണ് നടത്തുന്നത്. പുതിയ ഉപദേശക സമിതി വന്നതിന് ശേഷം ക്ഷേത്രത്തിൽ എല്ലാ ഉത്സവ ദിവസങ്ങളിലും അന്നദാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപദേശക സമിതി സാധിച്ചിട്ടുണ്ട്. അതേപോലെ നവാഹത്തിനും എല്ലാ ദിവസവും അന്നദാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത് തന്നെ ഈ ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണത്തിലൂടെയാണ് ഇത് സാധിക്കുമെന്ന് നമുക്ക് കഴിയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ക്ഷേത്രങ്ങളിൽ അശ്ലീശ പൂരപ്പാട്ടുകളാണ് നടന്നു വന്നിരുന്നത്. സെക്രട്ടറിയുടെ കോടതി ഉത്തരവ് നേടിയതിൻ്റെ ഭാഗമായിട്ട് അത് പൂർണ്ണമായി നിരോധിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റിത്തവണ ഒരു കാർത്യായനി ദേവിയുടെ ഒരു ഭക്തൻ പൂരപ്പാട്ട് രചിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു പൂരപ്പാട്ട് രചിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്ഷേത്രത്തിന് മുന്നിൽ പ്രകാശിപ്പിക്കുകയുണ്ടായി. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ പൂരോത്സവത്തിന് ഏപ്രിൽ 4-ന് കൊടിയേറും. ഉത്സവത്തിന് മുന്നോടിയായി 4 ദിവസം വൈകുന്നേരം താലപ്പൊലിയും ഉണ്ടാവും. താലപ്പൊലി 31-ന് തുടങ്ങും. ഏപ്രിൽ 4-ന് രാവിലെ 8:30 മുതൽ നാരായണീയ പാരായണം, 11:30-ന് തിരുവാതിരകളി, പകൽ 12:30-ന് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ടെമ്പിൾ സൗത്ത് യൂണിറ്റിന്റെ കൊടിയേറ്റ് സദ്യ, വൈകുന്നേരം 5-ന് അഖില കേരള ധീവരസഭ ചേർത്തല ടൗൺ ശാഖയുടെ നേതൃത്വത്തിൽ കൊടിക്കയർ വരവ് എന്നിവ നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രതന്ത്രി പുലിയന്നൂർ ഹരിനാരായണൻ നമ്പൂതിരിപ്പാട് ഉത്സവത്തിന് കൊടിയേറ്റും. ഇതുവരെ നിന്ന് വ്യത്യസ്തമായിട്ട് ചേർത്തല ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും അതിനോട് അനുബന്ധിച്ചുള്ള ജനപങ്കാളിത്തവും മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെയധികം ഭക്തജനങ്ങളുടെ സഹകരണവും നമുക്ക് ഈ ഉപദേശക സമിതിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. തെക്കുവടക്ക് ചേരുവാരങ്ങളും ഉപദേശക സമിതിയും സംയുക്തമായിട്ട് ചേർന്നുകൊണ്ടാണ് മുൻകാലങ്ങളിൽ ഉത്സവം നടത്തിയിരുന്നെങ്കിലും ഈ ഉപദേശക സമിതി വന്നിട്ട് രണ്ടാമത്തെ തിരുവുത്സവമാണ് നടക്കാൻ പോകുന്നത്. ആയതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉപദേശക സമിതി ഒരു ഉത്സവ കമ്മിറ്റിക്ക് രൂപം നൽകി കൂടുതൽ ജനപങ്കാളിത്തം അതിൽ ഉറപ്പാക്കി പുറത്തു നിന്നുള്ള ഭക്തജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 10-25 പേരെ അതിനകത്ത് ഉത്സവ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തെക്കുവടക്ക് ചേരുവാരങ്ങളും NSS യൂണിയനും നടത്തുന്ന ഉത്സവത്തിൽ നിന്നും ബാക്കി വരുന്ന ഉത്സവങ്ങളുണ്ട്. 5 ദിവസത്തെ ഉത്സവം. ഈ 5 ദിവസത്തെ ഉത്സവം നമ്മള് ഉത്സവ കമ്മിറ്റിക്ക് രൂപം നൽകി അങ്ങനെയാണ് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള സഹകരണം നമുക്ക് ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ പൊതുജന പങ്കാളിത്തവും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ആനയുടെ കാര്യത്തില് വനംവകുപ്പിന്റെ കാര്യത്തിലുള്ള ആന പരിപാലന ചട്ടം അനുസരിച്ച് തിരുവാറാട്ട് എല്ലാ ദിവസവും നടക്കുന്നതായ കാരണം 11 മണിക്ക് മുന്നേ ആന ക്ഷേത്രത്തിൽ എത്തിച്ച് ആന വരേണ്ട കാര്യങ്ങളുണ്ട്. 11 മണിക്ക് ശേഷം എഴുന്നള്ളത്ത് നടക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്ത്രിയുടെ അഭിപ്രായം അനുസരിച്ചും നിർദ്ദേശമനുസരിച്ചും നമ്മൾ അതിന് നോട്ടീസ് കുളങ്ങരകളിലും എല്ലായിടവും എത്തിച്ചിട്ടുണ്ട്. ഈ പാദരക്ഷകൾ ഉപയോഗിച്ചുകൊണ്ട് ആനപ്പന്തലിൽ വരെ കടന്ന് നടക്കുന്ന, തുള്ളുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്ഷേത്ര വിരുദ്ധമായ, ആചാരവിരുദ്ധമായ ചില സമീപനങ്ങൾ പലരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഉത്തരവ് നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പിക്കേണ്ടത് പോലീസ് അധികാരികളാണ്. അവരത് ചെയ്യാമെന്ന് തന്നെ നമ്മളോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ ആനയുടെ കാര്യം നമുക്കറിയാം, പല ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ഭരണാധികാരികൾക്കെതിരെ, ദേവസ്വം ബോർഡിന്റെ ജീവനക്കാർക്കെതിരെ വരെ കേസെടുത്തു കഴിഞ്ഞു. കാരണം ആനയുടെ സമയവും ആനയുടെ എല്ലാ നിയമങ്ങളും അതനുസരിച്ച് പരിപാലിച്ചില്ലെങ്കിൽ അതേറെ സങ്കീർണമായ നിയമപ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പൂരം മഹോത്സവ കമ്മിറ്റികളെയും മറ്റ് പൂരത്തിലുള്ള കുളങ്ങരയോട് സമീപമുള്ള ഭക്തജനങ്ങളെയും കണ്ട് സംസാരിച്ചു കഴിഞ്ഞു. ദയവ് ഇത് ആനയുടെ ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആറാട്ട് പോകുന്ന വഴിയിൽ
തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ എഴുന്നള്ളത്ത് താമസിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുളങ്ങരയിൽ നിന്ന് തിരിച്ച് പുറപ്പെടാൻ താമസമുണ്ടാകുന്ന രീതിയിലോ ഉള്ള ഒരു സമീപനവും ദയവ് ചെയ്ത് ഒരു ഭക്തജനങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.